ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജപ്പാനിലുണ്ടല്ലോ മാരി കൊണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റർ ഉണ്ട്. ആൾ റൈറ്ററാണ്, അതിലുപരി ഒരു ഓർഗനൈസേഷൻ സ്പെഷ്യലിസ്റ്റാണ്. അതായത് നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അതിൽ പഠനങ്ങൾ നടത്തുകയും അതിൽ ബുക്സ് എഴുതുകയും അതുപോലെ തന്നെ കുറേ ഷോസും കാര്യങ്ങളൊക്കെ ആളുടെ ഉണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു തന്നിട്ടുള്ള ഒരു 10 ടിപ്സാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോണേ. ആളുടെ കൊന്മാരി മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഭയങ്കര ഫേമസ് ആണ്, ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും. സീരിയസ്ലി ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോ ട്രെൻഡിങ് എന്നൊന്നും പറയാൻ പറ്റില്ല, നമുക്കൊക്കെ കുറച്ച് വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ട്രെൻഡിങ് ആണല്ലോ, അത് ഈ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. ആ ഒരു ഇതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇവരെ തേടി 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 ഇങ്ങനെ പോകാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ടേക്ക് വരാം. ഒരു കറക്ഷൻ ഉണ്ട്, 10 ഇല്ല 6 ഉണ്ട്. മാമൻ ചതിച്ചതാ, ആദ്യം ചോദിച്ചപ്പോൾ 10 പറഞ്ഞു, പിന്നെ ചോദിച്ചപ്പോൾ 6 പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് സ്പാർക്ക് ജോയ് എന്നാണ് കേട്ടോ. അതായത് നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട്, നമ്മൾ എപ്പോഴും യൂസ് ആക്കണതുണ്ട്, എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ആക്കാമെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കണതുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളാണ് നമ്മുടെ വീട് നിറയെ ഉള്ളത്. അപ്പോൾ ഈ ഡസ് ഇറ്റ് സ്പാർക്ക് ജോയ് എന്ന് പറയുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. ഓർഗനൈസേഷൻ ടിപ്സിൽ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം നമ്മുടെ കയ്യിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ, സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ സാധനത്തെ നമ്മുടെ വീട്ടിൽ വെച്ചാൽ മതി. ഈ സന്തോഷം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, നമ്മളൊരു സാധനം നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് എന്താ, നമുക്ക് ആ സാധനം ഒരു സാധനം നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഓക്കെ എനിക്കിത് ഇന്ന സാധനത്തിന് യൂസ് ആക്കും, അല്ലെങ്കിൽ ഡെക്കർ ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ വാവ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, അങ്ങനത്തെ ഒരു തോട്ട് വരാത്ത ഒരു സാധനം, അതായത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ വീട്ടിലുണ്ട്, ആ ഒരു തോന്നലാണ് നമ്മൾക്ക് ആ പ്രോഡക്റ്റ് കയ്യിലെടുക്കുമ്പോൾ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ സെക്കൻഡ് തോട്ടും ഒരു തോട്ടും വേണ്ട, ഉടനെ തന്നെ അവനെടുത്ത് കാട്ടിക്കളഞ്ഞു. അതാണ് ഡസ് ഇറ്റ് സ്പാർക്ക് ജോയ്. നെക്സ്റ്റ് ടിപ്പ് വരണതുണ്ടല്ലോ, നമ്മൾ ഡ്രസ്സൊക്കെ മടക്കുന്നതാണ്, കൊന്മാരി ഫോൾഡിങ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ നമ്മുടെ കബോർഡ്സിലൊക്കെ നമ്മൾ മടക്കണത് ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഡ്രസ്സ് ഒന്നിൻ്റെ മേലെ ഒന്ന് അങ്ങനെയാണല്ലോ നമ്മൾ അടക്കി വെക്കാറുള്ളത്. പക്ഷേ ഇത് എനിക്ക് കൊന്മാരി ഫോൾഡിങ് ആണെന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പണ്ട് ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ടിട്ട് നമ്മൾ സ്യൂട്ട് കേസിൽ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഡ്രസ്സ് വെക്കണത് അങ്ങനെയായിരുന്നു ഇടയ്ക്കൊക്കെ. അതായത് ഈ കൊന്മാരി ഫോൾഡിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡ്രസ്സ് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യും. അതിപ്പോൾ അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ റോൾ ചെയ്തിട്ട് വെക്കില്ലേ, ആ റോൾ ചെയ്തുപോലെ വെച്ചിട്ട് ഇങ്ങനെ കുത്തനെ ഇങ്ങനെ നിർത്തി വെക്കും. നമ്മൾ ഒന്നിൻ്റെ മേലെ ഒന്ന് വെക്കാതെ ഓരോന്നിങ്ങനെ കുത്തനെ, ഇപ്പം എന്താ പറയുക, നമ്മളിപ്പം നമ്മുടെ പള്ളിയിലൊക്കെ ഈശോൻ്റെ ഒരു മുന്നിലുള്ള മറ്റേ ക്യാൻഡിൽ സ്റ്റാൻഡിൽ നമ്മൾ ഇങ്ങനെ കുത്തി നിർത്തൂലേ തിരി, അതേ കണക്ക് ഇങ്ങനെ കുത്തി നമ്മൾ വെക്കാം. അത് വെക്കുമ്പോൾ ഒരു ഗുണം മനസ്സിലാവും, കാരണം ഞാനൊക്കെ ഉണ്ടല്ലോ ഒന്നിനെ മേലെ ഒന്നാക്കിയിട്ടാണല്ലോ വെക്കുക. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകുമ്പോൾ നമ്മളിപ്പോൾ 4 സെക്ഷനൊക്കെ ആയിട്ടായിരിക്കും ഇങ്ങനെ വെക്കേണ്ടാവുക. അപ്പം ഏറ്റവും അറ്റത്തുള്ള സെക്ഷൻ്റെ ഏറ്റവും അടിയിലുള്ള ഒരു ഡ്രസ്സ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മേലെയുള്ള തുണികൾ ചളക്കോ പിളുക്കോ എന്ന് പറഞ്ഞിട്ട് നിലത്ത് വീഴും. അപ്പോൾ വെളിയിൽ പോയിട്ട് വന്നിട്ട് പിന്നെയും ആ ഡ്രസ്സുകളൊക്കെ പുറത്തിട്ടിട്ട് പിന്നെയും അടക്കി കൂട്ടി വെക്കണം. ഹാങ്ങറിലൊക്കെ വെക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ കുത്തനെ ഇങ്ങനെ മറ്റേ തിരി കത്തിക്കണ പോലെ ഇങ്ങനെ കുത്തി നിർത്തി കഴിയുമ്പോൾ എവിടെയൊക്കെ എന്തൊക്കെയാണ് ഡ്രസ്സുകൾ ഇരിക്കണതെന്ന് മനസ്സിലാവും. അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുമ്പം ചുറ്റുമുള്ളവർക്ക് തട്ടലും മുട്ടലും ചീറ്റലും ഒന്നും ഇല്ലാണ്ട് സാധനങ്ങൾ അതേപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി മടക്കുമ്പോൾ നമ്മൾ അങ്ങനെ മടക്കി നോക്കാം. നമ്മൾ കബോർഡിൽ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ സ്യൂട്ട് കേസിൽ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ വൃത്തികേടാവേണ്ടത് മാത്രമല്ല കുറേ സ്പേസ് നമുക്ക് കിട്ടും കേട്ടോ. നെക്സ്റ്റ് ഇവൻ പറയണത് പുള്ളിക്കാരി സെയിങ് താങ്ക് യു ആണ്. എനിക്ക് പക്ഷെ അത്ര കണ്ട് ബോധിച്ചില്ല. നമ്മളെ പ്രത്യേകിച്ചും മലയാളികൾക്ക് ഈ സാധനങ്ങളൊക്കെ കാട്ടിക്കളയുക എന്നുള്ളത് ഇത്തിരി പാടാണല്ലോ. നമ്മൾ ചിലപ്പോൾ കേടായാലും അത് എപ്പോഴെങ്കിലുമൊക്കെ ശരിയാക്കി യൂസ് ആക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൂട്ടി വെക്കുന്ന ഒരാൾക്കാരാണല്ലോ. അതായത് കളയുമ്പോൾ കുറേ ആൾക്കാർക്ക് ഒരു ഗിൽറ്റ് ഫീലിംഗ് ആണ്. അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് നമ്മൾ ഈ ഒരു സാധനം ഇങ്ങനെ കളയുന്നതിന് മുൻപ് നമ്മൾ അവരെ ജസ്റ്റ് ഒരു ലിവിങ് ബീങ് പോലെ കണ്ടിട്ട് ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സാധനം ഒരു പാത്രം കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പാത്രത്തിനെ നോക്കിയിട്ട് പാത്രമേ നീ ഇത്രയും കാലം എനിക്ക് തന്ന എല്ലാ സേവനങ്ങൾക്കും ഒരുപാട് താങ്ക് യു അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ആ പാത്രത്തിനെ കൊണ്ടുപോയി കാട്ടിക്കളഞ്ഞാൽ നമ്മൾക്ക് ഈ പറഞ്ഞ പോലത്തെ ഗിൽറ്റി ഫീൽ വരില്ല എന്നാണ് പുള്ളിക്കാരി പറഞ്ഞ്. ചെയ്തു നോക്കാം, പക്ഷേ നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് അത് അത്ര പ്രാക്ടിക്കലാണെന്ന് എനിക്ക് തോന്നണില്ല. ട്രൈ ചെയ്ത് നോക്ക്. ഇനിയിപ്പോൾ നാളെ നിങ്ങൾക്ക് വല്ല കുപ്പിയും പാട്ടയൊക്കെ കളയാനുണ്ടെങ്കിൽ കുപ്പി പാട്ട് ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സേവനങ്ങൾക്കും ഒരുപാട് താങ്ക് യു എന്ന് പറഞ്ഞിട്ടൊന്ന് കളഞ്ഞു നോക്ക്. എങ്ങാനും ബിരിയാണി കിട്ടിയാലോ.
അടുത്ത ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റോറേജ് ബോക്സ് ഒക്കെ മേടിക്കുന്നതാണല്ലോ. എൻ്റെ വീട്ടിലൊക്കെ പണ്ട് പൊതുവേ നമ്മൾ അങ്ങനെ ബോക്സുകളൊന്നും മേടിക്കാറില്ല. പക്ഷേ നമ്മുടെ ബേസ് ബോർഡിൻ്റെ പെട്ടിയൊക്കെ ആ ബേസ് ബോർഡിൻ്റെ പെട്ടിയിലൊക്കെയാണ് ചില സമയത്ത് എൻ്റെ വീട്ടിലിടാനുള്ള ഡ്രസ്സുകൾ, എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ മാരി കൊണ്ടോയും അതിനെ തന്നെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. പുള്ളിക്കാരി പൈസ കൊടുത്തിട്ട് ഇതുപോലത്തെ സ്റ്റോറേജ് ബോക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് വെക്കുന്നതിനോട് വലിയ കണ്ട് സപ്പോർട്ട് ചെയ്യണില്ല. കാരണം നമ്മൾ നമ്മുടെ ബജറ്റ് കുറയ്ക്കുക എന്നുള്ളതാണല്ലോ ഒരു ടിപ്പും കൂടെ നമുക്ക് വേണ്ടത്. അപ്പോൾ ആളുടെ ഒരു എന്താ പറയുക, ഒരു സ്റ്റഡി പ്രകാരം ആളുടെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് സ്റ്റോറേജ് ബോക്സ് ഒക്കെ ഇങ്ങനെ കണകൂണ വാങ്ങി കൂട്ടാതെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ബേസ് ബോർഡിൻ്റെ പെട്ടികൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോരോ ബോക്സുകളൊക്കെ കിട്ടില്ലേ, ആ ബോക്സൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തിട്ട് അത് നമുക്ക് സ്റ്റോറേജ് ബോക്സ് ആക്കിയിട്ട് യൂസ് ആക്കാം. നല്ലൊരു ആശയമാണ്. കുറേ മലയാളീസ് എനിക്ക് തോന്നുന്നു മിഡിൽ ക്ലാസ് ഫാമിലി അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. എൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് പറയുന്നത് നമ്മൾ പൊതുവേ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഞാനൊക്കെ അങ്ങനെയാണ്. ഫസ്റ്റ് ഒരു റൂം കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്യും, അത് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് മുറി, എങ്ങനെയാണ് ഞാൻ പോവുക. പക്ഷെ ആളുടെ സ്റ്റഡീസ് പ്രകാരം ആളുടെ ഓർഗനൈസേഷൻ ടിപ്സ് നമ്മൾക്ക് കുറച്ചും കൂടെ വൃത്തി അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു എന്താ പറയുക സ്ട്രക്ചേർഡായിട്ട് നമ്മുടെ പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ആൾ പറയണത് ഈ പ്രോഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ട് വൃത്തിയാക്കാൻ. അതായത് നമ്മൾ റൂം വൈസ് നോക്കാണ്ട് ഇപ്പോൾ ഒരു വീടാണ്, ആ വീട്ടിൽ മൊത്തത്തിലുള്ള ഫസ്റ്റ് തുണികൾ, എല്ലാ മുറികളിലുള്ള തുണികൾ അടുക്കി പെറുക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് പാത്രങ്ങൾ ക്ലീൻ ചെയ്ത് അടുക്കി പെറുക്കി വെക്കുക. പിന്നെ ബുക്സ് ആവാം, പേപ്പർ ആവാം, ഷൂസ് ആവാം, അങ്ങനെ ഓരോ പ്രോഡക്റ്റിൻ്റെ ബേസിസിൽ ഇങ്ങനെ തിരിച്ച് വൃത്തിയാക്കാനാണ് പറയുന്നത്. അങ്ങനെ ആൾ ചെയ്യാൻ പറയുന്നതിൻ്റെ പിന്നിലുള്ളൊരു സംഭവം എന്താ വെച്ചാൽ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമില്ലാത്ത സംഭവങ്ങളെന്ന് കുറേ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇതും എനിക്ക് അങ്ങോട്ട് കണക്റ്റ് ആയില്ല. ബട്ട് എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഓരോ സിംഗിൾ റൂമായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോകാനാണ്. അതല്ലേ രസം. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ ലിവിങ് റൂം ക്ലീൻ ചെയ്തു, നെക്സ്റ്റ് സ്റ്റഡി റൂം, പിന്നെ മാസ്റ്റർ ബെഡ്റൂം, കിച്ചൺ, അങ്ങനെ പോകുമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ അത്രയ്ക്കേ ഉള്ളൂ. നമ്മുടെ മാരി കൊണ്ട് അങ്ങനെ സ്റ്റഡീസൊക്കെ നടത്തിയിട്ട് ഓർഗനൈസേഷൻ ടിപ്സിലൊക്കെ ആൾ കുറേ ബുക്കുകളുണ്ട്, കുറച്ച് ബുക്കുകളുണ്ട്, പിന്നെ കുറേ ഷോസും കാര്യങ്ങളൊക്കെ ആൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു എൻഡ് റിസൾട്ട് ആൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ വീടൊക്കെ ഓർഗനൈസേഷൻ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയും വേണം, പ്ലസ് നമ്മളുടെ മനസ്സും കൂടെ കുറച്ച് ആക്റ്റീവായിട്ട് സ്ട്രെസ് റിലീഫായിട്ടിരിക്കണം. അതായത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്നും കളയുമ്പോൾ നമ്മുടെ മനസ്സിന് കുറേ ആശ്വാസം കിട്ടും. നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയായിട്ട് കിടക്കുമ്പോഴും നമ്മുടെ മനസ്സിന് കുറേ ആശ്വാസം കിട്ടും. അങ്ങനെ വീടും ഒപ്പം തന്നെ നമ്മുടെ മനസ്സും ബോഡിയും കൂടെ ക്ലിയർ ചെയ്യുക എന്നുള്ള ഒരു റിസൾട്ടാണ് ഈ ആളുടെ കുറേ ടിപ്സ് വഴിയിട്ട് നമുക്ക് കിട്ടുന്നത്. ആളുടെ കൊന്മാരി മെത്തേഡ് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. എനിക്ക് ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാൻ പറ്റാച്ചാലുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ യൂട്യൂബിലൊക്കെ ഒന്ന് അടിച്ചു കൊടുത്ത് വയ്ക്കാൻ മതി. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ് കൊന്മാരി മെത്തേഡ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് നമ്മുടെ കൊന്മാരി ഫോൾഡിങ് ആണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ എന്തായാലും അലമാര അടുക്കി പറക്കുമ്പോൾ അങ്ങനെ ചെയ്യുള്ളൂ. ഞാനിത് അടക്കി പെറുക്കി വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യണതായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ പിന്നെയും നിങ്ങളെ പറ്റിച്ചു എന്ന് തോന്നുന്നു. 6 എണ്ണെന്ന് പറഞ്ഞിട്ട് 5 എണ്ണേ ഞാൻ പറഞ്ഞോളൂ എന്ന് തോന്നുന്നു. അതെന്തെങ്കിലും ഓട്ടെ, വീഡിയോ കുറച്ചേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് ടിപ്പ് ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.